അതുപോലെ ഈ തൂങ്ങി മരിച്ച മരമൊക്കെ ആണല്ലോ, ആ തൂങ്ങി മരിച്ച മരത്തിലൊക്കെ ആ പിന്നെ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ആ പ്രേതമുണ്ട്. അത് സാധാരണ വെട്ടി ഈ പെട്രോൾ ഉപയോഗിച്ചിട്ടേ നമ്മളിപ്പം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ വീടിന്റെ പ്രദേശത്തെത്തി കഴിയുമ്പോൾ ആ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ആ വീടിന്റെ പറമ്പിൽ ആത്മാവിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്ക് എന്ത് വേണേലും കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ചാത്തനെ കൊണ്ട് എന്തെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കരിങ്കുറ്റി പറക്കുറ്റി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ഓരോരോ രീതിയിൽ ഒന്നാമത് നമ്മൾ ഈ പറയുന്ന മൂർത്തികളെ പറ്റി പഠിച്ചിരിക്കണം. ഈ മൂർത്തികളെ പറ്റി പഠിച്ചതിൻ്റെ പേരറിഞ്ഞിരുന്നെങ്കിലേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നതാണോ എന്ന് ബന്ധുത്വത്തോട് ചോദിച്ചു കഴിയുമ്പോൾ അത് അതിൻ്റെ ചലനം കൊണ്ട് നമുക്കറിയാൻ പറ്റും. എൻ്റെ കുറേ ഉണ്ട്, ബുക്കിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഉപയോഗങ്ങൾ കുറവായത് കാരണം. അതുപോലെ ഈ തൂങ്ങി മരിച്ച മരമൊക്കെ ആണല്ലോ, ആ തൂങ്ങി മരിച്ച മരത്തിലൊക്കെ ആ പിന്നെ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ആ പ്രേതമുണ്ട്. അത് സാധാരണ വെട്ടിപ്പറിച്ച് കളയേണ്ടതാണ്, അങ്ങനെയുള്ളതൊന്നും നിർത്താൻ പാടില്ല. ഞാൻ വെളുപ്പിനെ ഒരു 4 മണിയായപ്പോൾ കുളിക്കാൻ പോയി. ഈ അടുത്ത കാലത്ത് ഒരുപാട് 3 കൊല്ലം 4 കൊല്ലം ആയുള്ളൂ. കുളിക്കാൻ പോയിട്ട് വെളുപ്പിനെ കുളിയും കഴിഞ്ഞിട്ട് കരക്ക് കയറുന്ന ഞാൻ ഗായത്രി ചൊല്ലി ഒരു 10-300 ചൊല്ലി കഴിയുമ്പോൾ പുറകെ നിന്നൊരു ചവിട്ടൊച്ച കേൾക്കുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ടോർത്തു വല്ലൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിക്കാൻ വരുന്നതായിരിക്കും, ഞാനിവിടെ നിൽക്കുന്ന ശല്യമായിരിക്കും. എന്നെ ജപം തീർന്നിട്ടേ പോകുന്നുള്ളൂ. ഞാൻ അവിടെ തന്നെ നിന്ന് ജപം പൂർത്തിയാക്കിച്ച് ഞാൻ ഇടം തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ ഈ വെള്ളത്തിട്ടൊരു ചാട്ടം. ഞാൻ തോർത്ത് നിൽക്കല്ലേ, ആ വെള്ളം മുഴുവൻ എൻ്റെ മേത്തോട്ട്. എന്നിട്ട് ഒരു മനുഷ്യൻ ആറ്റിച്ചാടിയാൽ ഇല്ല കുളത്തിൽ ചാടിയാൽ നീന്തുന്നങ്ങനെ കയ്യും കാലും ഇട്ട് അടിച്ച് വീശി കയറി നീന്തി പോകില്ലേ, അതുപോലെ തോടെ അടിച്ച് കയറി വേറെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ആൾ തിരിച്ചു വരുമെന്നറിയാൻ വേണ്ടി തിരിച്ചു വന്നില്ല. പിന്നെ ഒരനക്കവുമില്ല. എന്താണെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി സംഗതി മനസ്സിലായി. ആ തോട്ടിൽ തന്നെ തൂങ്ങി മരിച്ച ഒരാളുടെ പ്രേതമാണ്. ഞാൻ കുളിക്കുന്നതിൻ്റെ കരട്ട് ഈണ്ടിക്ക് തൂങ്ങി മരിച്ചതാണ്. ആളാന്ന് മനസ്സിലായി. ആ സമയത്ത് എന്തിനാണ് അങ്ങനെ വന്നതെന്നായിരിക്കും? നമ്മളെ ഭയപ്പെടുത്താൻ അവരുടെ സഞ്ചാര സമയങ്ങൾ തീരാൻ പോകുന്നു. ഈ വെളുപ്പാങ്കാലത്ത് ബ്രഹ്മമുഹൂർത്തം ഇവരെല്ലാം ഒതുങ്ങും. ഈ രാത്രി 7:30 നാഴി ഇരുട്ടിയാൽ 7:30 നാഴി വെളുക്കുന്നവരെയുള്ള ഇടസമയമുണ്ടല്ലോ, ഇവർക്ക് ഈ പ്രേതഭൂതാദികളുടെ സഞ്ചാര സമയമാണ്. ആ അവസരത്തിലാണ് മനുഷ്യൻ സഞ്ചരിക്കരുത്, യാത്ര ചെയ്യരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. കാരണം അവരുടെ സഞ്ചാര സമയമാണ്. മാറും. അത് അടുത്ത പിന്നെ ദേവന്മാരുടെ സമയമാണ്. ഇവർ ഒളിച്ചു മാറും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്ന് പറയുന്ന കാര്യമുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഒരു 3 മണിയാകുമ്പം ബ്രഹ്മമുഹൂർത്തം തുടങ്ങുമല്ലോ, 2:30 ആകുമ്പോൾ തുടങ്ങും. 3 മുതൽ 5 വരെയുള്ള സമയം വെച്ചാൽ അമൃതവേളയാണ്. ഈ അമൃതവേളയിൽ ഇരുന്ന് ജപിക്കുകയും തപിക്കുകയും പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ബെസ്റ്റാണെന്നറിയോ? ഞാനത് വെളുക്കുന്നവരെ മണം കിടന്നുറങ്ങരുത്. ഒരു 9 മണിയാകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഒരു 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് വെളുപ്പിനായിട്ട് കുളിയും കഴിഞ്ഞിട്ട് കുറച്ച് നേരം ജപിക്കുകയൊക്കെ ചെയ്ത് വല്ലതും വായിക്കുകയും പഠിക്കുകയും ചെയ്ത പിള്ളേരാണെങ്കിൽ ഇതൊക്കെ തലമണ്ട കയറും. ആരോഗ്യം ഇപ്പം പൊതുവേ ഇങ്ങനെ രാവിലെ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ വെളുപ്പിനായിട്ട് കുളിക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് അസുഖം ഉണ്ടാകില്ല. അതിന് വേറെ ചില കാര്യമുണ്ട്. ഈ സൂര്യപ്രകാശം അടിക്കുന്ന കുളവും നദിയും ഈ അഗസ്ത്യ നക്ഷത്രത്തിൻ്റെ കിരണങ്ങൾ അടിക്കുന്ന പറയുന്നത് അതൊരു ഔഷധമാണ്. ഈ ഔഷധം ഉള്ളതുകൊണ്ടാണ് ആ വെള്ളത്തിൽ കുളിച്ചാൽ നമുക്ക് രോഗം ഉണ്ടാകില്ല എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണരായ വിഭാഗക്കാർ വെളുപ്പിനെ കുളിക്കുന്നവർക്ക് രോഗമുള്ളവർ എത്ര പേരുണ്ട്? ഇവരൊക്കെ ഈ വെളുപ്പിനെ ഏറ്റ് കുളിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഈ ഗായത്രി എല്ലിയ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അവർക്കൊന്നും ഈ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാകില്ല. 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ക്ഷീണമൊന്നും പതിവായി കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. കാരണം അത് പ്രകൃതി നമ്മൾ ഏൽപ്പിക്കുന്നതാണ്. ഇത് ശീലമാവണമെങ്കിൽ എത്ര സമയം എടുക്കും? ആദ്യമൊക്കെ പിന്നെ അലാറം വെക്കുകയൊക്കെ ചെയ്യും. അത് കുറച്ച് നേരത്തെ കിടക്കുക. 9 മണിക്കെങ്കിലും കിടക്കണം. ഒന്നാമത് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ലിമിറ്റ് വേണം. കാരണം വയറ് നിറച്ചൊന്നും ഭക്ഷണം സന്ധ്യയ്ക്ക് മുമ്പേ കഴിയും. 6 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. 6 മണിക്ക് ഇരിക്കണം. കഴിച്ച് പിന്നെ രാത്രി വല്ല വെള്ളമോ വല്ല കുടിക്കുകയുള്ളൂ. പിന്നെ വയറ് നിറച്ച് ആഹാരം കഴിക്കരുത്.
അങ്ങനെയാണെങ്കിൽ രോഗവും വരില്ല, ഒരു രോഗവും വരില്ല. കിടന്നുറങ്ങാൻ ഞാൻ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും ചെയ്യും. എല്ലാവരും കേൾക്കേണ്ട. എഴുന്നേൽക്കുകയും ചെയ്യും. വല്ലതും വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ പ്രയോജനം കിട്ടും. വെളുപ്പിനെ എഴുന്നേക്കാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെൻഡലം കാണിച്ചപ്പോൾ രുദ്രാക്ഷം കാണിച്ചു, പിന്നെ കുബവജ്രത്തിനെ കാണിച്ചു. ഇതും എന്ത് മെറ്റലാന്ന് പറഞ്ഞ്? ഇത് പിച്ചളയായിരുന്നു. ഇത് പക്ഷെ തുറക്കാൻ പറ്റുമല്ലേ? തുറക്കാം, അത് തുറക്കാവുന്ന, ഇതൊക്കെ തുറക്കാവുന്നതാണോ? ഇതും തുറക്കാവുന്നതാ. തുറന്നിട്ടകത്ത് എന്തിടും? ഇത് തുറക്കത്തില്ല, ഇതിനകത്ത് തുറക്കത്തില്ല. ഇത് ഈ ചരടിടാൻ വേണ്ടി ഒരു തുളയിട്ടിരിക്കുന്നത്. ചിലത് ഇങ്ങനെ കൂർത്തിരിക്കും, ഇതൊക്കെയാണ് കുറച്ച് റൗണ്ട് ഷേപ്പ്. അതെ അതെ. ഈ പെൻഡിൽ ഒരുപാട് ഇനമുണ്ട്. സ്പൈറൽ ആയിട്ടുള്ള പെൻഡിൽ ഒരുപാട് സൈസുകൾ പെൻഡിലുണ്ട്. ഓരോന്നിനും ഓരോ ഗുണങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം കാണിക്കുന്നല്ല സെയിം തന്നെയാണ്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അതെ, കാണിക്കുന്നതൊക്കെ തന്നെയാണ്. ഇതാണ് തുറക്കാൻ പറ്റുന്നത്. ഇത് തുറക്കാം. തുറന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് തുറത്തതിനകത്ത് പിന്നെ കിണറിലെ സാധനം കാണാൻ ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം വേഗം കണ്ടുപിടിക്കാൻ പറ്റും. സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സ്വർണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ സ്വർണ്ണം ഉണ്ടോ? സ്വർണ്ണം ഉണ്ടോ? ശകലം സ്വർണ്ണത്തിന്റെ അംശം, എന്തെങ്കിലും ഒരു തരി. അതെ അതെ, ഒരു ശകലം മതി. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഒരു പിന്നെ വീട്ടിൽ സ്വർണ്ണം കാണാൻ പോയി. സ്വർണ്ണം കാണാൻ പോയി ചെന്ന് ഈ പെല്ലാം ജലസേം കണ്ടെന്നറിയോ? ആ വീടിൻ്റെ ക്ലോസറ്റിനകത്തോട്ട് ചോദിച്ചിട്ട് വന്നപ്പോൾ തന്നെ ആ 1.5 പവൻ 2 പവൻ പാലെടുത്ത് മകനെടുത്ത് ക്ലോസറ്റിലിട്ട് അച്ഛനോട് കാശ് ചോദിച്ചിട്ട് കാശ് കൊടുക്കാഞ്ഞിട്ട് ദേഷ്യം തീർത്തതാണ്. സംഗതി പോയില്ലേ? ഇത് കൂട്ടുപണിയൊക്കെ കാണിക്കുന്ന വീരന്മാരുണ്ട്. എവിടെ കിട്ടാനേ? അത് അമ്മാർക്കും പോയി. അത് താങ്ങിക്കാണും. നടപ്പുള്ള കാര്യമല്ലേ, കളിക്കാന്ന് പറഞ്ഞാല്. അതുപോലെ ഇപ്പൊ ആരെങ്കിലും കാണാണ്ട് പോയി, ഇപ്പൊ ഒരുപാട് നമ്മൾ പത്രത്തിലെ കാണാറുണ്ട്, കളഞ്ഞു പോയി അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ ടെൻഷൻ പിടിച്ച കാര്യം. നമ്മൾ ഈ പെല്ലും ജലിക്കുന്ന വഴിക്കൂടെ എല്ലാം നമ്മൾ പോകണ്ടേ. ഇന്ന് അവനിപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കോട്ടയം വരെയും വന്നു. കോട്ടയത്ത് വന്ന് ചലിക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ വടക്കോട്ടായിരിക്കും ചെല്ലും. പിന്നെ വടക്കോട്ട് പോകണ്ടേ. അങ്ങനെ തേടി പിടിച്ച് ആളിനെ കണ്ടുപിടിക്കാനൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ പറ്റാൻ പറ്റത്തില്ല. നമുക്ക് നോക്കിയാൽ ഏത് സ്ഥലമൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ തെക്കോട്ടാണ്, ആ തെക്ക് ഓരോരോ സ്ഥലങ്ങൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലമൊക്കെ നമുക്ക് പെൻഡിലെത്തി നമുക്ക് കിട്ടും. അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതൊന്നെല്ലാം സത്യമാണ്. പിന്നെ വേറൊരു പണിയുണ്ട്. ഈ ആൾ കാണാതെ പോയെന്ന് വിചാരിച്ചോട്ടെ, ഒരു കുടത്തിനകത്തിട്ട് ഒരു അതെ 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 വരുന്ന മാർഗമാണ്. ആൾക്ക് എന്തിനാ പറയുന്നത്? കുടത്തിനകത്തൊരു ആളിൻ്റെ രൂപം ഇട്ടിട്ട് അടച്ച് വെക്കും. എന്നിട്ടൊരു 15 ദിവസം കഴിയുമ്പം 10 ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് ഇളക്കി വെച്ച് പിന്നെയും വെക്കും. മിക്കവാറും 30-ാം പൊക്കെ 40-ാം പൊക്കെ അല്ലേ ആള് തറി വരും. അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. രഹസ്യ പണികൾ ഇങ്ങനെ അനവധി കാര്യങ്ങൾ. ബിസിനസ് നടക്കാൻ വേണ്ടി കരിക്കിൻ്റെ ഒരു കരിക്കെടുത്തിട്ട് കരിക്കയിലോട്ട് പിന്നെ അതിൻ്റെ നെഗറ്റീവ് എനർജി നമ്മൾ ഹീൽ ചെയ്യും. എന്നിട്ട് പോസിറ്റീവ് കൊടുക്കും. പോസിറ്റീവ് കൊടുത്തിട്ട് അതിൻ്റെ കണ്ണ് ഭാഗം കൊണ്ട് തുറന്ന് അതിനകത്ത് തകിട് എഴുതി ജപിക്കും. ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് അതിനാദ്യം ജപിക്കും. അത് കഴിഞ്ഞ് ഇതിനകത്ത് വെച്ചിട്ട് ദർഭ വെച്ചിട്ട് അതിന് മന്ത്രമുണ്ട്. ഇത്ര ഉരു ജപിക്കുന്നുണ്ട്. ജപിച്ച് കഴിച്ച് അടച്ചു വെച്ചിട്ട് നടവാക്ക കണ്ട മാന്തിയിടും. മാന്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 40 ദിവസം കഴിയുമ്പം ആൾ നല്ല ബിസിനസ് നടക്കും. അതിനു വേണ്ടി ചെയ്താൽ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഞാൻ ഈ പണിയൊക്കെ അറിയാം, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ കാര്യം ആവശ്യക്കാർ വന്നിട്ടില്ല, ഞാനോട്ട് ചെയ്തിട്ടുമില്ല. പലരും ചെയ്യണമെന്ന് പറഞ്ഞതാണ്, ഞാൻ ഇതുവരെ ചെയ്യാൻ പോയി. അതൊക്കെ ആൾക്കാർ നല്ലതായിരിക്കണം, അല്ലാണ്ട് ചുമ്മാതെ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്തിട്ട് അങ്ങനെയൊന്നും. ഇതിനൊക്കെ ഒരു ധാർമ്മികതയുണ്ട്. ചിലരുണ്ടല്ലോ ഇപ്പം നന്നാകാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയുണ്ട് കടയ്ക്ക്. അതായി മുമ്പേ പറഞ്ഞ കുട്ടൊക്കെ അതുപോലെ ഒരു വെള്ളാർമാർക്കല്ല ഉണ്ടല്ലോ, അത് ശുദ്ധി ചെയ്തിട്ട് ചില മന്ത്രങ്ങൾ ജപിച്ച് കടയുടെ പിന്നിലും വേണ്ട ഇട്ട് കഴിഞ്ഞാൽ വീട് വീട്ടിലുള്ള ബിസിനസ് സ്തംഭിക്കുന്ന പണിയുണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഈ വിദ്യകളെല്ലാം ഉണ്ട്. ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. അനവധി പണി കിടപ്പുണ്ട്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം കുറച്ച് വസ്തുക്കൾ കണ്ടുപിടിച്ചതൊക്കെ പറഞ്ഞു. അതുപോലെയല്ല വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇതുപോലെ കുഴിച്ചെടുത്തിട്ടുണ്ട്? ഞാൻ കൂടുതലും കാണുന്നത് ഈ ബ്ലാക്ക് മാജിക് കണ്ടതല്ലാണ്ട് ഞാനും കൂടുതലൊന്നും കണ്ടിട്ടൊന്നുമില്ല. അതല്ല ഇപ്പം ചില പറഞ്ഞ മുട്ടയൊക്കെ പൂച്ച് അതൊക്കെ കോഴിമുട്ട കണ്ടോ
പിന്നെ മണ്ണിനടി ചിരട്ട കെട്ടിയിട്ടുണ്ട്, മലന്ന് ഇരുന്നു. ഞാൻ നോക്കിയപ്പോൾ നോക്കി മാന്തി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചിരട്ട മലന്നിരുന്നു. ഞാൻ ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ഭാഗം ഇങ്ങനെ വട്ടത്തിൽ വെളുത്തിരുന്നു. ചേട്ടടി എന്നതെന്താ ചെയ്തതായിരുന്നു. ഒരു ഒത്തിരി അതിന് പഴക്കം നോക്കിയപ്പോൾ ഒരു 80 കൊല്ലത്തെ പഴക്കമുണ്ട്. 80 കൊല്ലം മണ്ണടി കിടന്നതാണ്. ഒരു 2 അടി താഴ്ചയിൽ. ചിലയിടത്ത് മാന്തുമ്പോൾ മാളം ഒന്നും കിട്ടുകയില്ല, നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുകയില്ല. പക്ഷേ ആ എനർജി ഉണ്ട്. ആ എനർജി ആ മണ്ണ് മാന്തി കളഞ്ഞേച്ച് കളയേ മാർഗമുള്ളൂ. ആ മണ്ണ് അവിടെ മാറ്റിയിട്ട് വേറെ നല്ല മണ്ണ് മാന്തി എടുത്തേച്ച് ആ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് പിന്നെ ഒഴുക്കി വെറ്റി കൊണ്ട് കളയണം. വല്ലവരുടെയും പറമ്പിലൊന്നും കൊണ്ട് ഇടാൻ പറ്റില്ല. അന്നേരം ആ പറമ്പുകാർക്ക് ദോഷമാണ്. നമ്മളിതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മറ്റുള്ളടത്ത് നമ്മൾ മണ്ണ് കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇടുന്നു. ആളെന്ന് ഈ വീടിൻ്റെ വാറ്റിൽ നിന്ന് ഈ മണ്ണെടുത്തുകൊണ്ട് ഇടരുത്. അതിനകത്ത് അതുപോലെ സമീപപ്രദേശത്ത് ഈ മനുഷ്യനെ മാന്തിയിട്ട സ്ഥലങ്ങളാണെന്നൊക്കെ നോക്കണം. ആ മാന്തിയിട്ടൊരു എല്ലും തലമുടിയൊക്കെ ഈ വരുന്ന മണ്ണിനകത്ത് വന്നെങ്കിൽ നമ്മൾ ആ വീട് നാശമാണ്. അതുപോലെ ഇപ്പം ഇപ്പോഴല്ലേ നമുക്ക് ഈ വൈദ്യുതി ശ്മശാനമൊക്കെ ഉള്ളത്. അപ്പോൾ പണ്ട് കാലത്തേക്ക് ആണെങ്കിൽ വലിയ പറമ്പൊക്കെ 2, 3, 4 ഏക്കർ അല്ലെങ്കിൽ 100 ഏക്കർ പറമ്പൊക്കെ ആയിരിക്കും. അപ്പം അവിടെ തന്നെ ആയിരിക്കും അവിടെയുള്ള കുടുംബങ്ങൾ അമ്മൂമ്മമാരും അച്ഛനും എല്ലാവരും ഒരു പറമ്പിൽ തന്നെ. ശരിയാണ്. ശ്മശാന ദോഷം എന്ന് പറയുന്ന ദോഷമുണ്ട് അവിടെ. ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്ന് നോക്കി ഒരു കാര്യം നോക്കിയപ്പോൾ ഒരു നെഗറ്റീവ് എനർജി അവിടെ വരുന്നുണ്ട്. ഈ എന്നെ നോക്കിയപ്പോൾ ഒരു സിദ്ധൻ്റെയാണ്. ആ സിദ്ധൻ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് വെച്ചാൽ ഈ സിദ്ധനെ അവിടെ കൊന്നു കളഞ്ഞ ചിന്ന ചെയ്തു, അവിടെ തന്നെ മറവ് ചെയ്തു. ഇത് ഒത്തിരി കാലമായതാണ്. ഈ എനർജിക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. ആ ഇന്ന് ഞാൻ ഈയിടെ പോയതാണ് ഞാൻ പറഞ്ഞത്. ആ വീട് കണ്ടത് നല്ല വീട്, ഒരു 150 കൊല്ലത്തെ പഴക്കമുണ്ട്. ആ വീടെന്ന് വെച്ചാൽ അതിനകത്തുള്ള പിന്നെ ഫർണിച്ചർ മുഴുവൻ പൊടിയും പിടിച്ച് കിടക്കുക. എത്ര 1000 രൂപയുടെ എത്ര ലക്ഷം രൂപയുടെ സാധനം അതിനകത്ത് ഒരു മനുഷ്യനകത്ത് താമസമില്ല. നോക്കി വന്നപ്പോൾ ആ പേരുടെ പുറകുവശത്ത് മുറ്റത്തൊരാളെ മാന്തിയിട്ടതാണ്. മാന്തിയിട്ടാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, കേട്ടുകഴിവ് വേണ്ടെന്ന് പറഞ്ഞു. അതിവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് മാർഗമുണ്ടെന്ന് പറഞ്ഞു. ആണ്ടിലൊരിക്കലും ഒരു കർത്തവാവിന് വലിച്ചിട്ട് അവലും മലരും അല്പം മദ്യമൊക്കെ വെച്ച് ഒരു തിരിയും കത്തിച്ച് വെക്കാൻ പറഞ്ഞു. മദ്യം വെക്കാൻ ഈ എനർജി വലിക്കും കഴിക്കാനാ. അതിൻ്റെ രസത്തെ വലിക്കും. ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നു, നിവേദ്യം നടത്തുന്നു. എന്നതാ നിവേദ്യം നടത്തുന്നത്? സ്വാഹ കാണിക്കുന്നില്ലേ? ഈ സാധനത്തിൻ്റെ രസത്തെ കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ നെഗറ്റീവ് എനർജിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവലും മല്ലൊരു ചില മദ്യമൊക്കെ വെക്കും. ഈ നീചമൂർത്തികളാണ് ഇതൊക്കെ. അത് കഴിയുമ്പോൾ അവരുടെ അതിന് ആശ്വാസം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അനുഭവത്തിലും അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ശ്മശാനമാണെങ്കിൽ പോലും ഇതുപോലെ ഇപ്പം ഒരുപാട് നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മരിച്ച വ്യക്തികളുണ്ടാവും. അല്ലാത്ത ഇതുപോലെ ദുഷ്കർമ്മം ചെയ്ത് മരിച്ച, അപ്പോൾ ഇവരൊക്കെ ഒരിടത്ത് അടക്കുക അല്ലെങ്കിൽ ജീവിക്കുക ചെയ്യുമ്പോൾ അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു എനർജിയിൽ നെഗറ്റീവ് ഉണ്ടാവുമോ? ഈ പിന്നെ നല്ല രീതിയിൽ മരിച്ചവരുടെ ഒന്നും അവിടെയൊന്നും നിൽക്കല മാള, അതൊക്കെ പോവുകയല്ലേ. അല്ലാത്തതല്ലേ ഇവിടെ കിടക്കുകയുള്ളൂ. ഈ തെമ്മാടിത്തം കാണിച്ച് വൃത്തികേട് കാണിച്ച് ജീവിച്ച ആൾക്കാരല്ലേ, അവരുടെ ജീവനല്ലേ അവിടെ കിടക്കുകയുള്ളൂ. അല്ലാതെ കിടക്കുകയില്ല. നല്ലതൊന്നും അവിടെ കിടക്കുക, നല്ലതൊന്നും ഒരു യമകിങ്കരനും കൊണ്ടുപോകില്ല. മഹാവിഷ്ണുവിൻ്റെ പിന്നെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും. ശങ്കരാചാര്യ സ്വന്തം അമ്മയെ പറഞ്ഞു വിട്ടു എങ്ങനെയെന്ന് പറഞ്ഞാലേ നന്നായിട്ട് ജീവിച്ചതിനെ നോക്കാൻ വേറെ ആളുണ്ട്. അപ്പോൾ മോശമായിട്ട് ജീവിച്ചുമ്പോൾ യമകിങ്കരന്മാർ എന്നിട്ട് വരും. ഈ മോശമായിട്ട് ജീവിച്ച് മരിച്ചവര് അവരെ ഇപ്പം ദയിപ്പിച്ചു അല്ലെങ്കിൽ അടക്കി കഴിഞ്ഞു, അവര് ചിലപ്പോൾ മോക്ഷം കിട്ടാതെയൊക്കെ നടക്കുന്നവർ കാണും. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും മോക്ഷം കിട്ടിക്കഴിഞ്ഞ ഒരു ജന്മം എടുത്ത് വരത്തില്ല. ഏത് കാലത്താണ് അവർക്കൊക്കെ മോക്ഷം കിട്ടുന്നത്? അവർക്കൊക്കെ മോക്ഷം കിട്ടാതെ എത്ര കാലങ്ങൾ, എത്ര ജന്മങ്ങൾ കഴിഞ്ഞാൽ അവർക്കൊരു മോക്ഷം ജന്മം എടുക്കും. ജന്മം കൊടുത്ത് ഉപദ്രവിക്കാതിരിക്കുമോ? അവർ ഈ ദുരിതം അറിയാൻ വേണ്ടി ജന്മം വീണ്ടും കൊടുക്കും.